ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്ക് റാന്നി കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. നന്ദുഷ ചേരുന്നു. നന്ദുഷ, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇതിലേക്കാണ് SIT കടക്കുന്നത്. കാരണം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒരു ആദ്യഘട്ടം കഴിഞ്ഞതാണ്, രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ SIT എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏത് ഘട്ടത്തിലെത്തി? SITയെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ അന്വേഷണം നടക്കുന്നു? തീർച്ചയായും തന്നെ ഇന്ന് 10:00 SIT സംഘം മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. 2 കേസുകളിലാണ് നിലവിൽ മുരാരി ബാബു പ്രതിയായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടുള്ള 2 കേസുകളിലാണ് നിലവിൽ മുരാരി ബാബുവും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. സ്വർണ്ണപ്പാളി കേസിൽ 2-ാം പ്രതിയും അതോടൊപ്പം സ്വർണ്ണത്തിൻ്റെ കട്ട്ള കേസിൽ 7-ാം പ്രതി കൂടിയാണ് മുരാരി ബാബു. ഏതായാലും അദ്ദേഹം നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം അല്ലെങ്കിൽ SIT സംഘം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച ശേഷം 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും SIT സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരെയും ഇരുത്തി ഉള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്. അത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരിക്കും നടക്കുകയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും. നമുക്കറിയാം അടുത്ത മാസം നവംബർ 17 കൂടി സീസൺ ആരംഭിക്കുകയാണ്, മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനുള്ള അതിവേഗ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് SIT സംഘം. ഏതായാലും നിലവിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത മുരാരി ബാബുവിനെയും കൊണ്ട് SIT സംഘം ഈഞ്ചക്കലേക്ക് യാത്ര തിരിക്കും. നമ്മളിപ്പോൾ റാന്നി കോടതിയിലാണുള്ളത്. റാന്നി കോടതിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാന്നി കോടതിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ മുരാരി ബാബുവുമായി SIT സംഘം ഈഞ്ചക്കലേക്ക് തിരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം മുരാരി ബാബുവുമായി ബന്ധമുണ്ടായിരുന്ന ആ സമയത്ത് സർവീസിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈമുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും SIT സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ അതിവേഗത്തിലുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് SIT സംഘം നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഈഞ്ചക്കയിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്ത് വെച്ചായിരിക്കും ഇരുവരെയും ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പത്തനംതിട്ടയിലെ വിവിധ കേന്ദ്രങ്ങളിലും എത്തിച്ച് ഇരുവരെയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. സന്നിധാനത്തേക്കും വരും ദിവസങ്ങളിൽ, അതായത് ഇരുവരുടെയും കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഇരുവരെയും സന്നിധാനത്തെത്തി തെളിവെടുപ്പാനുള്ള ശ്രമത്തിലാണ് നിലവിൽ SIT സംഘം തന്നെ.